ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു +916. സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്താ പറയുക, ഞാൻ ഡോക്ടർക്കെതിരെ സംസാരിച്ചു, അല്ലെങ്കിൽ ഡോക്ടറുടെ അമ്മയ്ക്കെതിരെ സംസാരിച്ചു എന്നൊക്കെ നമ്മുടെ ഉഷ ചേച്ചി, അതുപോലെ തന്നെ ഇത്രയേ ഉള്ളൂ താൻ, അപ്പോൾ അവരുടെ വലയിൽ വീണു, ആരുടെ ജിനുവിൻ്റെ, പിന്നെ എന്താ പറയുക ഡോക്ടറുടെ അമ്മയായിട്ട് കൊടുത്തു, ഇങ്ങനെയൊക്കെ പറയുന്നത് കണ്ടു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ താഴെ ഇരുന്ന് ഈ കമൻറ്റ് എഴുതും പോലെയല്ല ഞങ്ങൾ ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നവർ, മനസ്സിലായോ? 1 2 വീഡിയോസ് അല്ല കണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത്. എത്ര വീഡിയോ കണ്ടു വെച്ചിട്ട് അതിൻ്റെ പോയിൻ്റ് എടുത്ത് വെച്ച് നമുക്ക് അത്രയും പ്രഷറുണ്ട്. ഈ വീഡിയോസ് യൂട്യൂബിൽ വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നത് വളരെ ഈസിയാണെന്ന് വിചാരിക്കരുത്. സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങി ഒന്ന് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് എത്ര ആൾക്കാരാണ് എനിക്കെതിരെ വീഡിയോ ഇടുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ അത്രയും പ്രഷറിനകത്ത് നിന്നാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും എനിക്ക് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയെന്ന് വരില്ല. എൻ്റെ അവസ്ഥയും കൂടി ഒന്ന് മനസ്സിലായോ? അത് മനസ്സിലാക്കി കമൻ്റ് ഇട്ട കുറേ ആൾക്കാരുണ്ട്. ഐ എം റിയലി താങ്ക്സ്. പക്ഷേ ഇതെന്നെ ഇച്ചിരി ഒന്ന് വിഷമിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഡോക്ടറുടെ അമ്മ എന്നെ വിളിച്ചു എന്നുള്ളത് ഇന്ന് ഈ ചാനലിലല്ല ഞാൻ പറയുന്നത്, എൻ്റെ പഴയ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതിലെന്താണ് തെറ്റ്? ആ അമ്മയ്ക്ക് എന്നെ വിളിച്ചുകൂടെ? എന്നോട് വീഡിയോ ഇടാൻ പറഞ്ഞുകൂടെ? ഇന്ത്യൻ നിയമം അനുസരിച്ച് അവർക്ക് മാത്രം എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ യൂട്യൂബേഴ്സിനെ വിളിക്കരുതെന്ന്? ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്താ പറയുക, ഡോക്ടർ എന്നെക്കുറിച്ച് കള്ളമാണോ പറഞ്ഞത്? അദ്ദേഹം എൻ്റെ അധികം വീഡിയോ കണ്ടിട്ടില്ല, സത്യമല്ലേ? എല്ലാ വീഡിയോയും കുത്തിയിരുന്ന് കാണാം. ഈ പറയുന്ന ജിനൂസിൻ്റെ എത്ര വീഡിയോ കണ്ടിട്ടുണ്ട് ഡോക്ടർ? ഒന്ന് തിരക്കോ ജിനൂസേ, നിൻ്റെ മുഴുവൻ വീഡിയോയും ഡോക്ടർ കണ്ടോന്ന്? കുത്തിയിരുന്ന് വീഡിയോ കാണലാണോ ഡോക്ടർക്ക് പരിപാടി? വേറെ പരിപാടിയൊന്നുമില്ലേ? അധികം വീഡിയോ, ആ പോയിന്റ് നിങ്ങൾ നോക്കുക, അധികം വീഡിയോ കണ്ടിട്ടില്ല. എന്നെ അറിയില്ല എന്ന് പറഞ്ഞിട്ടില്ല, എൻ്റെ വീഡിയോ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല, അല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതേ സത്യമല്ലേ പറഞ്ഞുള്ളൂ. പിന്നെ പേഴ്സണലി സംസാരിച്ചിട്ടില്ല, ചാറ്റ് ചെയ്തിട്ടില്ല, അത് സത്യമല്ല. ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്ന് റോബിനുമായിട്ട് സംസാരിച്ചു, ചാറ്റ് ചെയ്തു എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ പൊടി ഞാൻ ഇൻസ്റ്റയിൽ അയച്ചൊരു മെസ്സേജിന് ഒരു സന്തോഷത്തോടെ ഒരു ഹാർട്ട് തന്നപ്പോൾ അത് വന്ന് അത്രയും സന്തോഷത്തോടെ പറഞ്ഞൊരാളാണ് ഞാൻ. അപ്പോൾ റോബിൻ എന്നോട് ഒരു വാക്ക് സംസാരിച്ചാൽ ഞാൻ അത് പറയാതിരിക്കുമോ സോഷ്യൽ മീഡിയയിൽ? ഞാൻ എൻ്റെ ഈ 1 ഇയർ സോഷ്യൽ മീഡിയ ജേർണിയിൽ ഞാൻ എവിടെയെങ്കിലും റോബിൻ എന്നോട് സംസാരിച്ചെന്നോ മെസ്സേജ് ഇട്ടെന്നോ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു? നിങ്ങൾ എന്തായി പറയുന്നേ? ഇനിയിപ്പോൾ ഡോക്ടർ എന്താ പറയുക, ഡോക്ടർ എല്ലാവരെയും അറിയുമെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. അറിഞ്ഞില്ലേലും ഞങ്ങൾക്കൊന്നുമില്ല. പിന്നെ ആ ഒരു സമയത്ത് നമ്മളൊന്നും ചെറുതായിട്ടൊന്ന് ട്രിഗറായി എന്നുള്ള സത്യം തന്നെയാണ്. മനുഷ്യനല്ലേ പുള്ളേ, ജാസ്മിൻ പറയും പോലെ ട്രിഗറായി പോകും ചിലപ്പോഴൊക്കെ. അതൊരു വലിയ ഇഷ്യൂ ആക്കണ്ട. പിന്നെ ഒരു രഘു, അതായത് ഷഫീനേച്ചിയുടെ വരുന്ന രഘു അല്ല, രഘു REHU. താനൊരു കുത്തിത്തിരിപ്പ് വീരനാണെന്ന് എനിക്ക് ഇന്നും ഇന്നലെയല്ല അറിയാൻ തുടങ്ങുന്നത്. രഘുവും സിനിയും, നിങ്ങളെ ഞാൻ എൻ്റെ കഴിഞ്ഞ ചാനൽ മുതൽ നിങ്ങൾ രണ്ടും ആരെന്ന് എനിക്കറിയാം. ഓക്കെ, അവിടെ വെച്ചോ, അടക്കി വൈ. സനു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് 1 വർഷം ആയില്ലേ? നിങ്ങളൊക്കെ എന്ത് കാണിക്കും? ഭയങ്കര റോബിൻ്റെ അമ്മ വിളിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് നിലവാരമില്ല. രഘുവേ, അങ്ങനെ പറയാൻ മാത്രം എന്ത് നിലവാരക്കേടാണ് ഞാൻ കാണിച്ചത്? റോബിൻ്റെ അമ്മ വിളിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു കുറ്റമാണോ? അതുകൊണ്ട് റോബിൻ്റെ അമ്മയെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യാൻ വരും? ഇല്ല, എന്നെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യാൻ വരും? എന്ത് പൊട്ടനാടോ താനൊക്കെ? ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഞാനിവിടെ ആരുടെയും ട്രാപ്പിൽ വീണിട്ടില്ല. 2-3 കാര്യങ്ങൾ ഞാൻ മറുപടി കൊടുത്തത് അത് റോബിൻ്റെ വോയിസ് പുറത്തുവന്നില്ല, എൻ്റെ കുഞ്ഞിനെ പറഞ്ഞതിലാണ്. ഞാൻ ഓഫ്കോഴ്സ് ട്രിഗറായി ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്, 2 തെറിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൊടുക്കേണ്ടവർക്കേ ഞാൻ കൊടുത്തിട്ടുള്ളൂ, എല്ലാവർക്കും അല്ലല്ലോ, കൊടുക്കേണ്ടവർക്കല്ലേ. പിന്നെ ഈ പറയുന്ന മാതിരി പൊടിയുടെ വിഷയത്തിൽ ഞാൻ ഇപ്പോഴും പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു. പൊടി എന്നെ വിളിച്ചു എന്ന് ഞാൻ വിനീതിനോട് പറഞ്ഞത് പച്ചക്കള്ളമാണ്. കാരണം വിനീത് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നു, നിങ്ങളോട് ആര് പറഞ്ഞിട്ടാണ്? ഞാൻ അപ്പോഴും പറഞ്ഞിടേ, എനിക്കറിയാം, എന്നോട് ഒരാൾ പറഞ്ഞു. അപ്പോൾ ഒരാൾ പൊടിയാണോ പറഞ്ഞു? ആ പൊടിയാ പറഞ്ഞേ. എനിക്ക് എൻ്റെ കൂടെ ഉള്ളവരെ എനിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. പൊടി പറഞ്ഞു എന്ന് പറയുമ്പോൾ പിന്നെ ഉമാരാധികം ചോദ്യം ചോദിക്കത്തില്ലല്ലോ. അതേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം, അത്രയേ ഉള്ളൂ. അല്ലാതെ പൊടിയോട് സംസാരിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് ഫേമസ് ആകാൻ വേണ്ടിയിട്ടല്ല. എങ്കിൽ ഞാൻ തന്നെ വന്ന് പറയും. എന്നാൽ അതേ ദിവസം തന്നെ ഞാൻ വൈകിട്ട് ലൈവ് ഇടുമ്പോൾ എൻ്റെ ആ ചാനലിൽ ഞാനത് ക്ലിയർ ചെയ്തിട്ടുണ്ട് പ്രേക്ഷകരോട്, വിനീതിനോടല്ല, പ്രേക്ഷകരോട്. എന്നെ പൊടി വിളിച്ചിട്ടില്ല. റോബിനോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസയോഗ്യമായ സ്ഥലത്ത് നിന്നാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത് എന്ന് ഞാൻ എൻ്റെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. അത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ വിനീതിനോടും ജിനുവിനോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്, നിർത്ത്. വിനീത് എന്താണ്, വിവി എന്താണ്, ജിനു എന്താണ് എന്നൊക്കെ ജനങ്ങളിപ്പോൾ നല്ല രീതിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്.
നിങ്ങൾ ഇനിയിപ്പോൾ എന്ത് മറ്റേ ആനത്തലയോൾ അല്ലെങ്കിൽ ആനപ്പടക്കമാണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന അമിട്ടുകൾ കൊണ്ടുവന്നാലും അതിൻ്റെയൊക്കെ വാല്യൂ പ്രേക്ഷകരുടെ മുന്നിൽ നനഞ്ഞ പടക്കത്തിൻ്റെ അത്രയേ ഉള്ളൂ. മനസ്സിലായോ? അതായത് ഷൂ ഷൂ അത്രയേ ഉള്ളൂ. നിങ്ങളെങ്ങനെയാണ് സമൂഹം കാണുന്നതെന്ന് എനിക്ക് നിങ്ങൾ ഇത്രയും എന്നെ ഡീഗ്രേഡ് ചെയ്യാൻ പരിശ്രമിക്കുമ്പോഴും എനിക്ക് വരുന്ന കമൻറ്റുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ ഉദ്ദേശം റോബിനെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകളുടെ വാമൂടി കെട്ടുക. പ്രത്യേകിച്ച് നിങ്ങൾക്കെതിരെ ഇത്രയും സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന എൻ്റെ വാമൂടി കെട്ടുക. നടക്കില്ല മക്കളെ, നടക്കില്ല. നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കുക, ഞാൻ നോക്കിക്കോളാം. പിന്നെ പിന്നെ വേറൊരു കാര്യം പറയുമ്പോൾ ചിരി വരും. ഷഫീനേച്ചിയുടെ കാര്യത്തിൽ ഒരാൾ വന്ന് പറഞ്ഞു, നീ ഷഫീനേച്ചിയുടെ എന്തോ മൈഫിയ. അവർ ഷഫീനേച്ചിയുടെ സപ്പോർട്ടറല്ല, എൻ്റെയും സപ്പോർട്ടറല്ല. വന്നിട്ട് പറയുക ഷഫീനേച്ചിയുടെ പേര് പറഞ്ഞ ആളാവാൻ നോക്കുന്നു. ഞാൻ ഇവിടെ എന്ത് കാര്യമാണ് ഷഫീനേച്ചിയുടെ പേര് പറഞ്ഞ ആളാവാൻ നോക്കിയേ? നടന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഷഫീനേച്ചിയുടെ പേര് പറഞ്ഞ ആളാകാൻ എനിക്കൊരാവശ്യമില്ല. എനിക്ക് എൻ്റെ ചാനൽ വളർത്താൻ എനിക്കറിയാം, അതിന് എന്ത് കണ്ടൻറ് ഇടണമെന്ന് എനിക്കറിയാം. ഈ ഒരു ഇഷ്യൂസൊക്കെ തീരുമ്പോൾ ഞാൻ എന്ത് കണ്ടൻറ് ഇടും നിങ്ങൾ നോക്ക്. എൻ്റെ ഫസ്റ്റ് ചാനലിൽ ഞാൻ റോബിൻ്റെ വീഡിയോസ് ചെയ്യത്തില്ല എന്ന് ഞാൻ തീരുമാനിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് എനിക്ക് 3000 സബ് ഉണ്ടായിരുന്ന ചാനൽ എന്ന് പറയുന്നതിന് മുമ്പ് എന്താ പറയുക, ജെറ്റ് കയറുന്നത് പോലെ 7000 സബ് 20 ദിവസം കൊണ്ട് കയറിയത്. എങ്ങനെയായിരുന്നു? റോബിൻ്റെ കണ്ടൻറ് ഇട്ടിട്ടാണോ? ഷഫീനേച്ചിയെക്കുറിച്ച് പറഞ്ഞിട്ടായിരുന്നോ? ഇല്ല. കുഞ്ഞുങ്ങളുടെ മാഫിയ, അന്നന്ന് സോഷ്യൽ മീഡിയയിൽ വരുന്ന വിഷയങ്ങൾ, പൊളിറ്റിക്സ് ഉൾപ്പെടെ പലതും സംസാരിച്ചിട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്നിലാണ് വിശ്വസിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് റോബിനിലോ ഒരു എന്താ പറയുക ഷഫീനേച്ചിയിലോ. ജിനു പറയുന്നു ജിനുവിനെ തൊട്ട് വളർന്നു, വിവിയെ തൊട്ട് വളർന്നു. പിന്നെ റോബിനെയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും കുറേ ആൾക്കാരുടെ സപ്പോർട്ട് നമുക്കുണ്ടാകും. നമ്മൾ ഒരിക്കലും ഇല്ല എന്ന് പറയില്ല. അത് ഞാൻ സന്തുഷ്ടയാണ് അതിൽ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ പൊന്നു ജിനു നന്നാവിനെയെങ്കിലും നീ ഇപ്പോൾ ഷഫീനേച്ചിയെ തേക്കാൻ നോക്കി, എന്നെയും തമ്മിലൊന്ന് തെറ്റിക്കാൻ നോക്കി, നടന്നോ? അവർ നിൻ്റെ വോയിസ് എടുത്തിട്ടു അന്തസ്സായിട്ട്. നീ കണ്ടോ? ഇത് പ്രേക്ഷകരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം ജിനൂസിൻ്റെ മനസ്സ്. ഞാനിത് വിളിച്ചു പറഞ്ഞപ്പോൾ പലരും എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ജിനൂസിൻ്റെ അടിമകൾ വന്ന് ഇവിടെ മെസ്സേജ് ഇട്ടു, എന്താ ജിനൂസിനോട് പണം ചോദിച്ചിട്ട് തരാത്തതുകൊണ്ടാണ് ഞാൻ അവനെതിരെ തിരിഞ്ഞെന്ന്. ആ ഇഷ്യൂവിനൊക്കെ ശേഷം ഞാൻ എത്ര നാൾ അവനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തൊരു വ്യക്തിയാണ്. ഞാൻ തിരിഞ്ഞത് അവനൊന്നും അറിയാതെ എനിക്കെതിരെ ഈ പറയുന്ന ജയദേവനെ പിടിച്ചിരുത്തി ലൈവ് ഇട്ടതിന് ശേഷമാണ്. അത് ആദ്യം മനസ്സിലാക്കുക. എനിക്കെതിരെ എന്നോട് ജയദേവൻ ലൈവിൽ കയറും, സനുവും കയറിക്കോ, ജയദേവൻ കയറിയിട്ട് സനു കയറിക്കോ എന്ന് ഇന്ന് പറയുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനപ്പോൾ ഉച്ചയ്ക്ക് എനിക്കൊരു ലൈവ് ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുമ്പോൾ വാട്സപ്പിൽ കാണുന്നത് ഇവൻ്റെ മെസ്സേജ്, അത് ജയദേവൻ ലൈവ് വരുന്നില്ല എന്ന് പറഞ്ഞു എന്ന്. അങ്ങനെ അത് ക്യാൻസലായി. പിറ്റേന്നാൾ ആമിയുടെ തമ്പനയിൽ വെച്ചിട്ട് ഇവൻ എൻ്റെ വിഷയങ്ങളാണ് ജയദേവനെ പിടിച്ചിരുത്തി അവിടെ പറഞ്ഞത്. അപ്പോൾ ജയദേവൻ എൻ്റെ വിഷയങ്ങൾ പറയുമെന്ന് ഇവൻ അറിയാം. സോ ഇവൻ അപ്പോൾ എന്നാ ചെയ്യണമായിരുന്നു, എന്നോട് ഇൻഫോം ചെയ്തിട്ട് എനിക്ക് സംസാരിക്കാനുള്ള അവസരം അവിടെ നൽകണമായിരുന്നു. അത് ചെയ്യാത്ത ചെറ്റത്തരം ഇവൻ കാണിച്ചതിന് ശേഷമാണ് ഞാൻ ഇവനെതിരെ തിരിഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇവിടെ വന്ന് ചുമ്മാ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ കമൻ്റ് ഇട്ടാൽ പോരാ. കാര്യങ്ങളുടെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്നെ സൈബർ ആക്രമണം ചെയ്യാൻ ഈ പറയുന്ന ജിനുവിന് കമൻറ്റ് തൊഴിലാളികൾക്കൊക്കെ കിട്ടുന്നത് 4 കാര്യമേ ഉള്ളൂ. ഒന്ന് സബാൻ്റെ ഇഷ്യൂവിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യവും ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല. ഞാൻ കൊടുത്ത കേസ് ഞാൻ വിഡ്രോ ചെയ്തിട്ടില്ല. അത് എന്ത് ചെയ്യണം, എവിടെ ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം. രണ്ടാമത് ജിനുവിൻ്റെ കേസ്, ജിനുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞു തന്നെയാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. അവൻ എനിക്കെതിരെ ചെറ്റത്തമ്പുരാനെ വിളിച്ചിരുത്തി ഇല്ലാത്ത കാര്യം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അവനെതിരെ തിരിഞ്ഞത്. പിന്നെ അവൻ വിഷം ഇഞ്ചെക്ട് ചെയ്യുന്നവനാണ്. ഇപ്പോൾ ഷഫീന ചേച്ചിയുടെ ചാനലിൽ നിലപാടില്ലാത്തവനാണെന്ന് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ടാവുമല്ലോ. അവരിട്ടിട്ടുണ്ട് ഓഡിയോ. അവർക്കിപ്പോൾ പോസിറ്റീവാണ്, അവർക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നു, അവരെ നെഗറ്റീവ് ആക്കണം, അതിനവരെ പ്രൊവോക്ക് ചെയ്ത് തെറിവിളിപ്പിക്കണം എന്ന് അവൻ പറയുന്ന വോയിസ് റെക്കോർഡ് ഇപ്പോൾ ചേച്ചി ഇട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവുമല്ലോ അവൻ എന്താണെന്ന്. ഇവരൊരു കൂട്ടം ആൾക്കാർക്ക് ഇവർ മാത്രം സോഷ്യൽ മീഡിയ ഭരിക്കണം, മറ്റാര് വളർന്നു വന്നാലും ഇവർക്ക് സഹിക്കത്തില്ല, അവരെങ്ങനെയെങ്കിലും നശിപ്പിക്കുക. അതിനാണ് എന്നെ ഇട്ട് പ്രൊവോക്ക് ചെയ്യുന്നത്. പക്ഷെ ജിനു നിൻ്റെ ഇത് നീ അങ്ങ് ഇറക്കി വെച്ചേരും, നടക്കത്തില്ല ജിനു. ഞാൻ നിനക്കെതിരെ നന്നായിട്ട് സംസാരിക്കും, നീ എൻ്റെ വായടപ്പിക്കാമെന്ന് കരുതണ്ട. പക്ഷെ ഇനി നിന്നെ ഞാൻ തെറി വിളിക്കത്തില്ല, അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്ന്, ജിനൂസിൻ്റെ കാര്യം ഒന്ന്. പിന്നെ എന്താ പറയുക, പൈസയുടെ ചെറ്റത്തമ്പുരാൻ്റെ പൈസയുടെ കാര്യം പലതവണ എക്സ്പ്ലനേഷൻ തന്നു. ഇനി എനിക്ക് ഒരു എക്സ്പ്ലനേഷനും തരാനില്ല. ഞാൻ പറ്റിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ തന്നെടേ എന്തിപ്പാ നിങ്ങൾ കൊണ്ട് കൂടി എനിക്ക് പകരം.
പിന്നെ വളിരാജ് വാതുറന്ന ഞാൻ ജയിലിൽ കിടന്നു. അവൻ്റെ സഹോദരി ഇപ്പോൾ ജയിലിൽ കിടപ്പുണ്ട്. അതിൻ്റെ ഇതാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവൻ്റെ സഹോദരി വിദേശത്ത് എന്ത് പണി ചെയ്താണ് ജീവിക്കുന്നതെന്ന് ഇവൻ കണ്ടില്ലല്ലോ. ഇവൻ്റെ അമ്മ ഇവന് തിരിച്ചറിവ് വരും വരെ എന്ത് പണി ചെയ്താണ് ഇവനെ വളർത്തിയെന്ന് ഇവൻ കണ്ടില്ലല്ലോ. അതുപോലെ എൻ്റെ കാര്യം, കാണാത്ത കാര്യം എന്തൊക്കെ വിളിച്ചു പറയുന്നു. ഈ തമിഴ്നാടിനകത്തോ ഇന്ത്യ മഹാരാജ്യത്തിനകത്തോ ഒരു ദിവസം 24 മണിക്കൂർ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിലെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വിജിരാജ് പോയിരുന്നല്ലോ, അതിൻ്റെ റെക്കോർഡ് അവിടെ കാണുമല്ലോ. അതുപോലെ എൻ്റെ റെക്കോർഡ് ഈ പറയുന്ന കളിയിക്കാവിള എന്നെ കൊണ്ടുപോയാൽ കൊണ്ടുപോകേണ്ടത് കളിയിക്കാവിള സ്റ്റേഷനിൽ, അല്ലെങ്കിൽ മാർത്താണ്ഡ സ്റ്റേഷനിൽ, മാർത്താണ്ഡ മകളിർ സ്റ്റേഷൻ, വുമൺ സ്റ്റേഷനിൽ, ഇതിൽ രണ്ടിലും എന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് തിരക്കി കണ്ടുപിടിച്ചുകൊണ്ടോ. ഇനി വേറെ ഏത് സ്റ്റേറ്റിലാണെങ്കിലും ഇതുപോലെ നീ വേറെ സ്റ്റേറ്റിൽ നമ്മളെ കൊണ്ടുപോകില്ല, നമ്മുടെ സ്റ്റേറ്റാണ് നമുക്കുള്ളത്. ഉണ്ടെങ്കിൽ നീ കണ്ടുപിടിച്ചുകൊണ്ട് പോവാ. അല്ല ഇതല്ലാതെ വേറെ പോലീസ് സ്റ്റേഷനൊന്നും ഞങ്ങളുടേതല്ല കേട്ടോ. പിന്നെ നീ വിദേശത്തെന്ന് പറയുന്നു. ഓ വിദേശത്താണെങ്കിൽ ശരിയടേ, ഞാൻ കിടന്നു, എന്താ നിനക്ക് പ്രശ്നം? ഞാനല്ലേ കിടന്നേ, നിൻ്റെ അമ്മയല്ലല്ലോ, നിൻ്റെ പെങ്ങളല്ലല്ലോ. ഞാൻ കിടന്നിട്ട് ഇനി ഞാൻ തിരിച്ചു പോകണം വിദേശത്ത്. തിരിച്ചു പോയി ഒരിക്കൽ കൂടെ ആ ജയിലൊക്കെ ഞാനൊന്ന് വിസിറ്റ് ചെയ്തിട്ട് അവിടെ ഇന്നൊരു വീഡിയോ എടുത്തിടാൻ പോരെ? അതിനുവേണ്ടി ഞാൻ തിരിച്ചു പോകണം. അത്രയേ ഉള്ളൂ. മതിയാ വിജിരാജേ, സമാധാനമായ. ഒരു 19 മാസം ഞാനൊരു ഡിപ്രഷനായിരുന്നു എന്നൊരു കാര്യം പറഞ്ഞതിൻ്റെ പേരിലായി ഈ കിടന്ന് കൊന്തളിപ്പ്. നിങ്ങൾ കുന്തളിക്കി എത്ര ദൂരം നമുക്ക് കാണാം. എന്നെ ജയിലെന്ന് പറഞ്ഞ് എടാ നമ്മൾ പറയുന്നതേ നമുക്ക് തിരിച്ചടിക്കത്തുള്ളൂ. ഒരു നാളെങ്കിലും ലോക്കപ്പിൽ പോയിരുന്ന് ഇവിടെ ഇടതുവശം വീങ്ങിക്കൊണ്ട് വരുമ്പോഴേ നമുക്കറിയാം. എല്ലാ പോലീസുകാരും മാറി മാറി ഉമ്മ വെച്ചതിൻ്റെ ലക്ഷണമാണ് ഇപ്പുറത്തിങ്ങനെ ഒന്ന് വീങ്ങിയതെന്ന്. പോകുമ്പോൾ ആ വീക്ക ഇല്ലായിരുന്നല്ലോ. കമ്മീഷണർ സല്യൂട്ട് അടിച്ചാൽ എടുത്തോണ്ട് പോയതെന്ന് കേട്ടു. നിന്നെ അതൊക്കെ നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് കൂടുതൽ എനിക്കിട്ട് ചൊറിയാൻ നിൽക്കാണ്ട് നന്നാവടേ. എന്നാടേ നീയൊക്കെ നന്നാവടേ. അപ്പോൾ ഗൈസ്, എനിക്ക് കട വരെ ഒന്ന് പോകണം, പോയിട്ട് വരാം. അപ്പോഴേക്കും നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ട് കമൻ്റൊക്കെ ഇട്. പോയിട്ട് വരട്ടെ. ലവ് യു ഓൾ.